നമസ്കാരം. ഋഷിപ്രോക്തം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. വ്യാഴത്തിന് രാശിമാറ്റം ഉണ്ടാകാൻ പോവുകയാണ്. ഗോചര ഫലങ്ങളിൽ വ്യാഴമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഫലത്തെ നൽകുന്നത്. വ്യാഴത്തിന്റെ രാശിമാറ്റം ഓരോ വ്യക്തികളുടെയും ജീവിതത്തിൽ വളരെയേറെ മാറ്റങ്ങൾ നടത്തുന്നതാണ്. പലരുടെയും മോശം സമയം മാറാൻ പോവുകയാണ്, ചിലർക്ക് എന്നാൽ മോശ സമയം ആരംഭിക്കാൻ പോവുകയാണ്. ഏതൊക്കെ രാശിക്കാർക്ക് ഗുണദോഷ ഫലങ്ങൾ ഉണ്ടാകും, അതെല്ലാം നേരത്തെ തന്നെ വിശദമായിട്ട് ഞാൻ ഓരോ രാശിയുടെയും നക്ഷത്രത്തിന്റെയും പ്രത്യേകം പറഞ്ഞിരുന്നു. എന്നിരുന്നാലും പലരുടെയും ആശങ്ക നിലനിൽക്കുകയാണ്. അത്തരത്തിലുള്ളവർക്ക് ആശ്വാസമേകുന്നതിനായിട്ട് വ്യാഴത്തിന്റെ ഗോചരഫലത്തെ ഇന്നത്തെ വീഡിയോയിലൂടെ അവതരിപ്പിക്കുകയാണ്. എല്ലാവർക്കും പ്രയോജനപ്പെടുന്ന രീതിയിൽ അതിന്റെ പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം വിശദീകരിച്ചുകൊണ്ട് ഈ ഒരു വീഡിയോയിൽ വ്യാഴരാശിമാറ്റത്തെ നമുക്കൊന്ന് പ്രതിപാദിച്ചു പോകാം. വ്യാഴത്തിന്റെ മഹാരാശിമാറ്റം 2025 മെയ് മാസം 14 തീയതി രാത്രി 10:36 വ്യാഴം ഇടവൻ രാശിയിൽ നിന്ന് രാശി മാറി ബുധന്റെ രാശിയായിട്ടുള്ള മിഥുനം രാശിയിലേക്ക് മാറുകയാണ്. ഓരോ രാശിക്കൂറുകാരെയും നമുക്ക് ഒന്ന് പരിചയപ്പെടാം. ആദ്യം നമുക്ക് മേടക്കൂറുകാരുടെ ഫലത്തെ നോക്കാം. മേടക്കൂറിൽ വരുന്നത് അശ്വതി, ഭരണി, കാർത്തികകാൽ എന്നീ നക്ഷത്രങ്ങളാണ്. മേടക്കൂറുകാരെ സംബന്ധിച്ച് വ്യാഴം ജന്മരാശിയുടെ 2ാം രാശിയിൽ നിന്ന് 3ാമത്തെ രാശിയിലേക്കാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ മേടക്കൂറുകാർക്ക് സ്ഥാനഭ്രംശവും കാര്യവിഘ്നവും ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. എന്നിരുന്നാലും 3ാം ഭാവത്തിൽ നിൽക്കുന്ന വ്യാഴത്തിന് 7, 9, 11 എന്നീ ഭാവങ്ങളിലേക്കൊക്കെ ദൃഷ്ടിയുണ്ടാകും. ഭാര്യയിൽ നിന്നും ഗുണാനുഭവങ്ങളും ദാമ്പത്യ ജീവിതത്തിൽ സുഖസന്തോഷവും ഒക്കെ ലഭിക്കാനുള്ള സാഹചര്യമുണ്ട്. അതേപോലെ തന്നെ അപ്രതീക്ഷിതമായിട്ടുള്ള ഭാഗ്യാനുഭവങ്ങളും ലഭിക്കാം. പിതാവിൽ നിന്ന് ഗുണാനുഭവങ്ങളും ലഭിക്കാം. അതേപോലെ തന്നെ തൊഴിൽ ചെയ്യുന്നവരാണെങ്കിൽ തൊഴിലിൽ നേട്ടങ്ങൾ ഉണ്ടാകാം. അതുപോലെ തന്നെ ബിസിനസ്സുകാർക്കൊക്കെ ലാഭം വർദ്ധിക്കാവുന്ന അനുകൂല സാഹചര്യങ്ങൾ ഉണ്ടാകും. ഇനി നമുക്ക് ഇടവക്കൂറുകാരുടെ വ്യാഴത്തിന്റെ മാറ്റത്തെ ഒന്ന് പ്രതിപാദിക്കാം. ഇടവക്കൂറിൽ വരുന്നത് കാർത്തികയുടെ 1/4 ഭാഗം, രോഹിണി, മകേരത്തിന്റെ ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങളാണ്. ഇടവക്കൂറുകാരെ സംബന്ധിച്ച് വ്യാഴം ജന്മരാശിയിൽ നിന്ന് 2ാം ഭാവത്തിലേക്കാണ് മാറുന്നത്. 2ാം ഭാവത്തിൽ വ്യാഴം സഞ്ചരിക്കാൻ ധനലാഭം, ശത്രുക്ഷയം, ദാമ്പത്യ സുഖം എന്നിവയൊക്കെയാണ് ഫലമായി പറഞ്ഞിരിക്കുന്നത്. 2ാം ഭാവത്തിൽ നിൽക്കുന്ന വ്യാഴത്തിന് 6, 8, 12 എന്നീ ഭാവങ്ങളിലേക്ക് ദൃഷ്ടിയുണ്ടാകും. ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ നേരിടുന്നവർക്ക്, ഇടവക്കൂറുകാരായിട്ടുള്ളവർക്ക് വ്യാഴത്തിന്റെ ഈ രാശിമാറ്റം രോഗത്തിന് ശമനം ഉണ്ടാക്കുന്നതാണ്. അതേപോലെ തന്നെ തൊഴിലിൽ മികച്ച നേട്ടങ്ങൾ കൈവരിക്കാനും സാധിക്കുന്നതാണ്. ഇനി നമുക്ക് മിഥുനക്കൂറുകാരുടെ വ്യാഴത്തിന്റെ രാശിമാറ്റ ഫലം നോക്കാം. മിഥുനക്കൂറിൽ വരുന്നത് മകേരത്തിന്റെ 2ാം പകുതി, തിരുവാതിര, പുണർന്നത്തിന്റെ 1/4 ഭാഗം എന്നീ നക്ഷത്രങ്ങളാണ്. മിഥുനക്കൂറുകാരെ സംബന്ധിച്ച് വ്യാഴം ജന്മരാശിയിലേക്കാണ് എത്തുന്നത്. അതുകൊണ്ട് തന്നെ ധനനാശം, സ്ഥാനഭ്രംശം, കലഹം, ബുദ്ധിക്ക് മന്ദത എന്നിവയൊക്കെ ഉണ്ടാകാനുള്ള സാഹചര്യങ്ങളുണ്ട്. ഈ കാര്യങ്ങളിലൊക്കെ ഒരു കരുതൽ എടുക്കുക. മിഥുനക്കൂറുകാരെ സംബന്ധിച്ച് 5, 7, 9 എന്നീ ഭാവങ്ങളിലേക്കാണ് ജന്മരാശിയിൽ നിൽക്കുമ്പോൾ വ്യാഴത്തിന്റെ ദൃഷ്ടി ഉണ്ടാകുക. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികളായിട്ടുള്ള മിഥുനക്കൂറുകാർക്ക് അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ വിദ്യാഭ്യാസ കാര്യത്തിൽ ലഭിക്കുന്നതാണ്. വിവാഹമൊക്കെ ആലോചന നടക്കുന്നവർക്ക്, മിഥുനക്കൂറുകാരായിട്ടുള്ളവർക്ക് വിവാഹം നടക്കാനുള്ള സാഹചര്യങ്ങളുമുണ്ട്. കൂടാതെ ദാമ്പത്യ സുഖ അനുഭവങ്ങളും ലഭിക്കുന്നതാണ്. ഭാഗ്യ അനുഭവങ്ങളും ലഭിക്കുന്നതാണ്. പിതാവിൽ നിന്നുമൊക്കെ ഗുണപരമായിട്ടുള്ള നേട്ടങ്ങൾ ഉണ്ടാകുന്നതാണ്. ഇനി നമുക്ക് കർക്കിടകക്കൂറുകാരുടെ വ്യാഴത്തിന്റെ മാറ്റത്തെ ഒന്ന് പ്രതിപാദിക്കാം. കർക്കിടകക്കൂറിൽ വരുന്നത് പുണർന്നത്തിന്റെ 1/4 ഭാഗം, പൂയം, ആയില്യം എന്നീ നക്ഷത്രങ്ങളാണ്. കർക്കിടകക്കൂറുകാരെ സംബന്ധിച്ച് വ്യാഴം ജന്മരാശിയുടെ 12ാം ഭാവത്തിലേക്കാണ് എത്തുന്നത്. 11-ൽ നിന്ന് വ്യാഴം ജന്മരാശിയുടെ 12ലേക്ക് മാറുമ്പോൾ കർക്കിടകക്കൂറുകാർ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. യാത്രാക്ലേശങ്ങളും കഠിന ദുഃഖങ്ങളും ഉണ്ടാകാനുള്ള സാഹചര്യമുണ്ട്. 12-ൽ നിൽക്കുന്ന വ്യാഴത്തിന് 4, 6, 8 എന്നീ ഭാവങ്ങളിലേക്ക് ദൃഷ്ടിയുണ്ടാകും. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ സുഖവും സന്തോഷവും ഒക്കെ ലഭിക്കുന്നതാണ്. അതേപോലെ തന്നെ രോഗക്ലേശങ്ങൾ കൊണ്ട് വലഞ്ഞിരിക്കുന്ന കർക്കിടകക്കൂറുകാരെ സംബന്ധിച്ച് അതിൽ നിന്നൊക്കെ അല്പം ആശ്വാസം ലഭിക്കുന്നതാണ്. ഇനി നമുക്ക് ചിങ്ങക്കൂറുകാരുടെ മഹാവ്യാഴമാറ്റ ഫലം ഒന്ന് നോക്കാം. ചിങ്ങക്കൂറിൽ വരുന്നത് മകം, പൂരം, ഉത്രംകാൽ എന്നീ നക്ഷത്രങ്ങളാണ്. ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച് വ്യാഴം ജന്മരാശിയുടെ 11ാം ഭാവത്തിലേക്കാണ് എത്തുന്നത്. ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച് വ്യാഴം ഏറ്റവും നല്ല ശുഭ ഫലത്തെ നൽകാൻ പോവുകയാണ്. 11ാം ഭാവത്തിൽ വ്യാഴം നിൽക്കിയാൽ ഇഷ്ടകാര്യസാധ്യം, വിശേഷ സ്ഥാനപ്രാപ്തി എന്നിവയൊക്കെ ലഭിക്കുന്നതാണ്. 11ാം ഭാവത്തിൽ വ്യാഴം നിൽക്കിയാൽ 3ാം ഭാവത്തിലേക്കും 5ാം ഭാവത്തിലേക്കും 7ാം ഭാവത്തിലേക്കും ഒക്കെ വ്യാഴത്തിന്റെ ദൃഷ്ടി ഉണ്ടാകുന്നതാണ്. അതുകൊണ്ട് തന്നെ ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച് സഹായികൾ, സഹോദരങ്ങൾ, സുഹൃത്തുക്കൾ എന്നിവർ മൂലമൊക്കെ ഗുണാനുഭവങ്ങളും സന്തോഷവും ലഭിക്കുന്നതാണ്.
കൂടാതെ സന്താനങ്ങളിൽ നിന്ന് മികച്ച സ്നേഹവും സന്തോഷാനുഭവങ്ങളും ഒക്കെ ലഭിക്കുന്നതാണ്. വിദ്യാർത്ഥികളായിട്ടുള്ള ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ചും മികച്ച നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കുന്ന സമയമാണ്. മനസ്സിന് ശാന്തിയും സമാധാനവും ലഭിക്കാൻ സാഹചര്യം ഉണ്ടാകുന്നതാണ്. അതേപോലെ തന്നെ ഭാര്യയിൽ നിന്നും ഗുണാനുഭവങ്ങളും ഭാര്യയ്ക്ക് തൊഴിൽപരമായിട്ടുള്ള നേട്ടങ്ങളും ഒക്കെ ലഭിക്കുന്നതാണ്. പൊതുവെ ദാമ്പത്യ ജീവിതത്തിലും സുഖവും സന്തോഷവും ലഭിക്കുന്ന സമയമാണ്. ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച് വ്യാഴത്തിന്റെ ഈ രാശിമാറ്റം വളരെയേറെ ഗുണപ്രദമാണ്. ഇനി നമുക്ക് കന്നിക്കൂറുകാരുടെ വ്യാഴത്തിന്റെ മഹാരാശിമാറ്റത്തെ ഒന്ന് പ്രതിപാദിക്കാം. കന്നിക്കൂറിൽ വരുന്നത് ഉത്രത്തിന്റെ മുക്കാൽ ഭാഗം, അത്തം, ചിത്തിരയുടെ ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങളാണ്. കന്നിക്കൂറുകാരെ സംബന്ധിച്ച് വ്യാഴം ജന്മരാശിയുടെ 10ാം ഭാവത്തിലേക്കാണ് എത്തുന്നത്. അതുകൊണ്ട് തന്നെ ധനനാശവും പ്രവൃത്തികൾക്ക് വേണ്ടത്ര ഫലം ലഭിക്കാതെ വരികയും ഒക്കെ ഉണ്ടാകാം. ആ കാര്യങ്ങളിലൊക്കെ ഒന്ന് കരുതലെടുക്കേണ്ടതാണ്. 10ാം ഭാവത്തിൽ വ്യാഴം നിൽക്കുന്നത് വഴി 2ാം ഭാവത്തിലേക്കും 4ാം ഭാവത്തിലേക്കും 6ാം ഭാവത്തിലേക്കും വ്യാഴത്തിന്റെ ദൃഷ്ടി ഉണ്ടാകുന്നതാണ്. അതുകൊണ്ട് തന്നെ അപ്രതീക്ഷിത ധനലാഭവും ഉണ്ടാകുന്നതാണ്. ജീവിതത്തിൽ സുഖവും സന്തോഷവും ലഭിക്കാനുള്ള സാഹചര്യങ്ങളുണ്ട്. രോഗദുരിതങ്ങൾ കൊണ്ട് വലഞ്ഞിരുന്ന കന്നിക്കൂറുകാരെ സംബന്ധിച്ച് അതിൽ നിന്നൊക്കെ ആശ്വാസം ലഭിക്കാനും അനുകൂല സമയമാണ്. ശത്രുക്കളുടെയും വിരോധികളുടെയും ഒക്കെ ഉപദ്രവങ്ങൾ ശമിക്കുന്ന സമയം കൂടിയാണ്. ഇനി നമുക്ക് തുലാക്കൂറുകാരുടെ മഹാവ്യാഴമാറ്റത്തെ ഒന്ന് പരിശോധിക്കാം. തുലാക്കൂറിൽ വരുന്നത് ചിത്തിരയുടെ 2ാം പകുതി, ചോതി, വിശാഖത്തിന്റെ മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രങ്ങളാണ്. തുലാക്കൂറുകാരെ സംബന്ധിച്ച് വ്യാഴം ജന്മരാശിയുടെ 9ാം ഭാവത്തിലേക്കാണ് എത്തുന്നത്. അതുകൊണ്ട് തന്നെ ധനലാഭം, കുടുംബസൗഖ്യം, സന്താന സൗഖ്യം, കാര്യസാധ്യം, അധികാരശക്തി, സാമർഥ്യം ഇവയൊക്കെയാണ് ലഭിക്കുക. തുലാക്കൂറുകാരെ സംബന്ധിച്ച് 9ാം ഭാവത്തിൽ നിൽക്കുന്ന വ്യാഴം ജന്മരാശിയിലേക്കും 3ാം ഭാവത്തിലേക്കും 5ാം ഭാവത്തിലേക്കും ദൃഷ്ടി ചെയ്യുന്നതാണ്. ജന്മരാശിയിലേക്ക് വ്യാഴത്തിന്റെ ദൃഷ്ടി ഉള്ളത് മൂലം ശാരീരികമായിട്ടുള്ള സുഖവും സന്തോഷവും ഒക്കെ ലഭിക്കുന്നതാണ്. രോഗപ്രശ്നങ്ങളുള്ളവർക്ക് ആരോഗ്യം വീണ്ടെടുക്കാൻ സാധിക്കുന്നതാണ്. കൂടാതെ സഹോദരങ്ങൾ, സുഹൃത്തുക്കൾ, സഹായികൾ എന്നിവരിൽ നിന്നൊക്കെ ഗുണാനുഭവങ്ങൾ ലഭിക്കുന്നതാണ്. കൂടാതെ സന്താനങ്ങൾ മൂലം ഗുണാനുഭവങ്ങൾ ഉണ്ടാകുന്നതാണ്. വിദ്യാർത്ഥികളായിട്ടുള്ള തുലാക്കൂറുകാരെ സംബന്ധിച്ചും മികച്ച അവസരങ്ങളും നേട്ടങ്ങളും ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ്. ഇനി നമുക്ക് വൃശ്ചികക്കൂറുകാരുടെ വ്യാഴ മഹാരാശിമാറ്റത്തെ ഒന്ന് പറയാം. വൃശ്ചികക്കൂറിൽ വരുന്നത് വിശാഖത്തിന്റെ കാൽഭാഗം, അനിഴം, തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങളാണ്. വൃശ്ചികക്കൂറുകാരെ സംബന്ധിച്ച് ജന്മരാശിയുടെ 7ാം ഭാവത്തിൽ നിന്ന് വ്യാഴം 8ാം രാശിയിലേക്കാണ് മാറുന്നത്. 8ാം രാശിയിൽ വ്യാഴം നിൽക്കിയാൽ വലിയ ദുഃഖങ്ങൾ, രോഗങ്ങൾ, സ്വാതന്ത്ര്യഹാനി, അത്യധ്വാനം ഇവയൊക്കെ ഫലമായിട്ട് പറയണം. വൃശ്ചികക്കൂറുകാരെ സംബന്ധിച്ച് വ്യാഴം 12, 2, 4 എന്നീ ഭാവങ്ങളിലേക്ക് ദൃഷ്ടി ഉണ്ടാകും. വൃശ്ചികക്കൂറുകാരെ സംബന്ധിച്ച് വ്യാഴത്തിന്റെ ഈ ദൃഷ്ടി ധനലാഭം ഉണ്ടാക്കുന്നതാണ്. വിദ്യാഭ്യാസ കാര്യത്തിലും ഗുണാനുഭവങ്ങൾ ലഭിക്കുന്നതാണ്. കൂടാതെ ജീവിതത്തിൽ സുഖവും സന്തോഷവും ലഭിക്കാനുള്ള സാഹചര്യങ്ങളുണ്ട്. വീട്, വാഹനം തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് നേട്ടങ്ങൾ ഉണ്ടാകാനുള്ള സാഹചര്യങ്ങളുമുണ്ട്. ഇനി നമുക്ക് ധനുക്കൂറുകാരുടെ മഹാവ്യാഴമാറ്റത്തെ ഒന്ന് പരിശോധിക്കാം. ധനുക്കൂറിൽ വരുന്നത് മൂലം, പൂരാടം, ഉത്രാടംകാൽ എന്നീ നക്ഷത്രങ്ങളാണ്. ധനുക്കൂറുകാരെ സംബന്ധിച്ച് വ്യാഴം ജന്മരാശിയുടെ 6ാം ഭാവത്തിൽ നിന്ന് 7ാം ഭാവത്തിലേക്കാണ് എത്തുന്നത്. അതുകൊണ്ട് തന്നെ ബുദ്ധിസാമർഥ്യം, വാക്സാമർഥ്യം, കാര്യസിദ്ധി, ധനലാഭം, ദാമ്പത്യ സുഖം ഇവയൊക്കെ പറയണം. 7ാം ഭാവത്തിൽ നിൽക്കുന്ന വ്യാഴം ജന്മരാശിയിലേക്കും 11ാം ഭാവത്തിലേക്കും 3ാം ഭാവത്തിലേക്കും ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആരോഗ്യപരമായിട്ടുള്ള മികച്ച അനുഭവങ്ങൾ ഉണ്ടാകുന്ന സമയമാണ്. രോഗദുരിതങ്ങൾ കൊണ്ട് വലഞ്ഞിരിക്കുന്ന ധനുക്കൂറുകാരെ സംബന്ധിച്ച് അതിൽ നിന്ന് ആശ്വാസം ലഭിക്കുന്നതാണ്. കൂടാതെ സഹോദരങ്ങൾ, സഹായികൾ, സുഹൃത്തുക്കൾ എന്നിവരിൽ നിന്ന് നേട്ടങ്ങൾ ഉണ്ടാകാൻ സാധിക്കുന്ന സമയമാണ്. ബിസിനസ് ഒക്കെ ചെയ്യുന്ന ധനുക്കൂറുകാരെ സംബന്ധിച്ച് ലാഭം വർദ്ധിക്കുന്നതാണ്. ഇനി നമുക്ക് മകരക്കൂറുകാരുടെ വ്യാഴ മഹാമാറ്റത്തെ ഒന്ന് പറയാം. മകരക്കൂറിൽ വരുന്നത് ഉത്രാടത്തിന്റെ മുക്കാൽ ഭാഗം, തിരുവോണം, അവിട്ടത്തിന്റെ ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങളാണ്. മകരക്കൂറുകാരെ സംബന്ധിച്ച് വ്യാഴം 6ാം ഭാവത്തിലേക്കാണ് എത്തുന്നത്. വ്യാഴം 6ാം ഭാവത്തിൽ നിൽക്കുമ്പോൾ മകരക്കൂറുകാരെ സംബന്ധിച്ച് സൗഖ്യത്തിന് വേണ്ട എല്ലാ സാഹചര്യങ്ങളും ഉണ്ടെങ്കിൽ പോലും എല്ലാം ദുഃഖമാണ് എന്ന് കരുതി ക്ലേശിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകാം. 6ാം ഭാവത്തിൽ നിൽക്കുന്ന വ്യാഴത്തിന് 2, 10, 12 എന്നീ ഭാവങ്ങളിലേക്ക് ദൃഷ്ടി ഉണ്ടാകാം. മകരക്കൂറുകാരെ സംബന്ധിച്ച് വ്യാഴത്തിന്റെ ഈ ദൃഷ്ടി ധന നേട്ടം ഉണ്ടാക്കുന്നതാണ്. കൂടാതെ തൊഴിൽ ഉയർച്ചയും ഗുണാനുഭവങ്ങളും ലഭിക്കുന്നതാണ്. ഇനി നമുക്ക് കുംഭക്കൂറുകാരുടെ മഹാവ്യാഴരാശി മാറ്റത്തിന്റെ ഫലം ഒന്ന് നോക്കാം. കുംഭക്കൂറിൽ വരുന്നത് അവിട്ടത്തിന്റെ 2ാം പകുതി, ചതയം, പുരുട്ടാതിയുടെ മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രങ്ങളാണ്. കുംഭക്കൂറുകാരെ സംബന്ധിച്ച് വ്യാഴം 5ാം ഭാവത്തിലാണ് നിൽക്കുന്നത്. വ്യാഴം 5ാം ഭാവത്തിൽ നിൽക്കിയാൽ വാഹനലാഭം, പുത്രസൗഖ്യം, ധനലാഭം, ദാമ്പത്യ സൗഖ്യം, വസ്ത്രലാഭം, ഗൃഹലാഭം,
എന്നിവയാണ് നേട്ടമായി പറയേണ്ടത്. 5-ാം ഭാവത്തിൽ നിൽക്കുന്ന വ്യാഴത്തിന് ജന്മരാശിയിലേക്കും 9-ാം ഭാവത്തിലേക്കും 11-ാം ഭാവത്തിലേക്കും ദൃഷ്ടിയുണ്ടാകും. അങ്ങനെ വരുമ്പോൾ ആരോഗ്യ പ്രശ്നങ്ങൾ വലച്ചുകൊണ്ടിരിക്കുന്ന കുംഭക്കൂറുകാരെ സംബന്ധിച്ച് അതിൽ നിന്നൊക്കെ നല്ല നേട്ടങ്ങൾ, ആശ്വാസം ഉണ്ടാകുന്നതാണ്. അതേപോലെ തന്നെ ഭാഗ്യാനുഭവങ്ങളും വളരെയേറെ ഉണ്ടാകുന്നതാണ്. പിതാവിൽ നിന്നും അനുകൂലമായിട്ടുള്ള നേട്ടങ്ങൾ ഉണ്ടാകുന്നതാണ്. അതേപോലെ തന്നെ ബിസിനസ് ചെയ്യുന്നവർക്കുമൊക്കെ മികച്ച ലാഭത്തെ ലഭിക്കുന്നതാണ്. ഇനി നമുക്ക് മീനക്കൂറുകാരുടെ വ്യാഴത്തിന്റെ മഹാമാറ്റത്തെ ഒന്ന് പ്രതിപാദിക്കാം. മീനക്കൂറിൽ വരുന്നത് പുരട്ടാതിയുടെ കാൽഭാഗം, ഉത്രട്ടാതി, രേവതി എന്നീ നക്ഷത്രങ്ങളാണ്. മീനക്കൂറുകാരെ സംബന്ധിച്ച് വ്യാഴം ജന്മരാശിയുടെ 4-ാം ഭാവത്തിലാണ് നിൽക്കുന്നത്. വ്യാഴം ജന്മരാശിയുടെ 4-ാം ഭാവത്തിൽ നിൽക്കിയാൽ ബന്ധുസൗഖ്യം, സുഖഹാനി എന്നിവയാണ് ഫലം പറഞ്ഞിരിക്കുന്നത്. 4-ൽ നിൽക്കുന്ന വ്യാഴത്തിന് 8, 10, 12 എന്നീ ഭാവങ്ങളിലേക്ക് ദൃഷ്ടിയുണ്ടാകും. അതുകൊണ്ട് തന്നെ തൊഴിൽപരമായിട്ട് മീനക്കൂറുകാർക്ക് നേട്ടങ്ങൾ ഉണ്ടാകുന്ന സമയമാണ്. ബിസിനസ് ഒക്കെ ചെയ്യുന്നവർക്ക് അതിൻ്റെതായിട്ടുള്ള ഗുണാനുഭവങ്ങൾ ലഭിക്കുന്നതാണ്. 12 രാശിക്കൂറുകാരുടെയും വ്യാഴത്തിന്റെ മഹാമാറ്റത്തിന്റെ ഫലാനുഭവങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. വ്യാഴം നിർണായക സ്വാധീനം ചെലുത്തുന്ന ഗ്രഹമാണ്. അതുകൊണ്ട് തന്നെ ഏവർക്കും അതിന്റെ ഗുണാനുഭവങ്ങൾ ലഭിക്കട്ടെ. ഇതുപോലുള്ള നല്ല നല്ല വിഷയങ്ങളും വീഡിയോകളുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം.